അല്ല ആ ബെൽറ്റ് എന്നിട്ടേ പിടിച്ചാലേ 100 പൗണ്ടാ. സോറി, 100 പൗണ്ടെന്ന് വെച്ചാൽ 10,000 രൂപയെ? ആ ജീച്ച, നമ്മുടെ കുഞ്ഞേട്ടൻ നാട്ടില് വലിയ രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ട്. എന്തിന്റെ പ്രസിഡന്റ് കുഞ്ഞേട്ട? അതിപ്പോ ലണ്ടനിൽ വന്നിട്ടേ അല്പം സ്വല്പം സാമൂഹിക സേവനം ഇല്ലെങ്കിലേ പിന്നെ ജീവിതം. പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഓവർസീസ് മലയാളം കോൺഗ്രസിന്റെ ലണ്ടൻ പ്രസിഡന്റായി. കുഞ്ഞേട്ടൻ എവിടെയാ ജോലി? എവിടെയാ ജോലി? BBC ബ്രിട്ടീഷ് ബോട്ടം ക്ലീനിങ്. അതിൻ്റെ പ്രസിഡന്റാ. എത്തിയോ ജീച്ച? ഇത് സൂസൻ ചേച്ചി. വാ കേറി വാ. കുഞ്ഞിനെ ഇറങ്ങിയോള്. അവസാനം ഇവിടെ എത്തിയല്ല, അത് മതി. എന്നാലും എന്റെ ജീനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഈ കൊച്ചു നേരാത്ത നേർച്ചകളൊന്നുമില്ല. എന്തായാലും ആളിവിടെ എത്തിപ്പെട്ടല്ലോ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അല്ലേ? അല്ലേ? നീ ആ ഭക്ഷണം എടുത്ത് നോക്കിയേ. 10-16 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് വന്നതാ. ഭക്ഷണമൊക്കെ എപ്പോഴേ റെഡി. നിങ്ങൾ പോയാൽ ആദ്യം ഫ്രഷ് ആവും. ചെല്ല്. അയ്യോ, റൂം മേളിലോ? ഞാൻ എടുത്തോളാം. ശരി. അവിടെ പോയി. എന്താ പപ്പ? വീട്ടിൽ ചെന്ന് അടങ്ങിയിരിക്കില്ല. ഉറങ്ങിയോ? ഉറങ്ങിയില്ലേ? ഉറങ്ങി. അതെ, ഫ്ലൈറ്റ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നീ ഇതെന്നോട് ഒരു തവണ ചോദിച്ചല്ലേ? അതാ ചോദിച്ചേ. ആരവള്? ആര്? എയർപോർട്ടിൽ വെച്ച് കൊറേ ഹായ് ഹായ് ഒക്കെ തരുന്ന കണ്ടല്ലോ. അവളോ? ഞാൻ കെട്ടിയതാ നീ കൊച്ചിന്റെ അപ്പനാന്ന് പറഞ്ഞിട്ടൊന്നും വിശ്വസിച്ചില്ലടി. ഓഹോ, പാവം കൊച്ചായിരുന്നു. പാവോ? പാവം പാവം. ഒരു മിനിറ്റ്. ഇതന്നാടി ഇവിടുത്തെ വിൻഡോയ്ക്ക് അഴുകളൊന്നുമില്ലേ? ഇത്രയും സമയമായിട്ട് സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇവിടെ സമ്മർ ആയാലും ഇങ്ങനെയാ. ഓഹോ. എന്നാ പിന്നെ നമുക്ക് ഈ സൂര്യനെ പിടിച്ച് വല്ല ചാക്കിലും കെട്ടിക്കടലിൽ താത്തിയാലോ? ഓഹോ.
അയ്യോ ഹാ സോറി കേട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി. ഓ അതൊന്നും കുഴപ്പമില്ല. ഞാനിന്ന് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വന്നത്. അയ്യോ കഴുത്തിൽ എന്നാ പറ്റി? ചുവന്നടിച്ചൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ശ്ശേ, ചേച്ചിയുടെ ഒരു കാര്യം. അയ്യോ പോ. ഇന്ന് എന്താവോ എന്തോ. ഉം. ജീജന ആദ്യമായിട്ടാ ബേബി സിറ്റർ ആവുന്നത്. ആ. നാട്ടിൽ അമ്മ ഉണ്ടായിരുന്നല്ലോ. ആ ഇന്നത്തോടെ ജീവിതം എന്താണെന്ന് പുള്ളി പഠിക്കും. എന്താ ചേച്ചാ? അതെയോ? നമ്മുടെ ഡ്രോയിലേ ഒരു സൂത്രമുണ്ട്, നിപ്പിള് പോലെ. ആ താഴെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ, പാലൊന്ന് ചൂടാക്കി കൊടുക്കോ, ചിലപ്പോൾ വിശന്നിട്ടാവും.